ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. സോ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ റിവിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്ററാണ്. പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്കിതൊന്ന് പഠിക്കാനുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 180 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ഇയറിലും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും. കുറേയൊക്കെ നമ്മൾ ഇതിനു മുൻപും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. പിന്നെ SCERTൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഈ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്വസ്റ്റ്യൻസ്, അതും SCERT മാത്രമല്ല NCERTന്ന് വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് NCERTയും കവർ ചെയ്യണം. SCERT ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ NCERTയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. സജഷൻസും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്റർ നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതും ആയിട്ടുള്ള 180 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരമുള്ള ആരോഗ്യം എന്താണെന്നുള്ളതാണ്. അതായത് ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് പറയുന്നത്. ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ലഹരി വസ്തുക്കൾ, രോഗാണുക്കൾ, പോഷകാഹാരക്കുറവ് എന്നിവ. അല്ലേ? ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ലഹരി വസ്തുക്കൾ, രോഗാണുക്കൾ, പോഷകാഹാരക്കുറവ് എന്നിവ. ഇനി ശരീരത്തിൻ്റെ സുസ്ഥിതിക്കുണ്ടാകുന്ന വ്യതിയാനത്തെ നമുക്ക് എന്ത് പറയാം? രോഗമെന്ന് പറയാം. ശരീരത്തിൻ്റെ സുസ്ഥിതിക്കുണ്ടാകുന്ന വ്യതിയാനമാണ് രോഗമെന്ന് പറയുന്നത്. ശരീരത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കാൻ കഴിയുന്ന ബാഹ്യ വസ്തുക്കളെയാണ് ആൻറ്റിജനുകൾ എന്ന് പറയുന്നത്. എന്താണ്? ശരീരത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കാൻ കഴിയുന്ന ബാഹ്യ വസ്തുക്കളെ നമ്മൾ ആൻറ്റിജനുകൾ എന്ന് പറയുന്നു. ആൻറ്റിജനുകൾക്ക് ഉദാഹരണമാണ് രോഗാണുക്കൾ, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ, രാസവസ്തുക്കൾ എന്നിവയൊക്കെ. അല്ലേ? നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കാൻ കഴിയുന്ന ബാഹ്യ വസ്തുക്കളെയാണ് നമ്മൾ ആൻറ്റിജനുകൾ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണമാണ് ഈ രോഗാണുക്കൾ, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ, രാസവസ്തുക്കൾ എന്നിവയൊക്കെ. അല്ലേ? ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? രോഗമുണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. രോഗാണു പ്രവേശം തടയുന്നതിനും പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുമുള്ള ശരീരത്തിൻ്റെ കഴിവിനാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അല്ലേ? രോഗാണു പ്രവേശം തടയുന്നതിനും ഇനി അഥവാ പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുമുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ രോഗപ്രതിരോധ ശേഷി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സഹജ പ്രതിരോധവും രണ്ടാമത്തത് ആർജിത പ്രതിരോധവുമാണ്. രണ്ടും എന്താണെന്നുള്ളത് നോക്കണം. ജന്മനാ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം എന്ന് പറയുന്നത്. ശരീരത്തിൽ പിന്നീട് ആർജിച്ചെടുക്കുന്ന രോഗപ്രതിരോധ സംവിധാനമാണ് ആർജിത പ്രതിരോധം. രണ്ടും മനസ്സിലാക്കി വെക്കണേ. രോഗപ്രതിരോധ ശേഷി തന്നെ 2 ടൈപ്പ് ഉണ്ട്. സഹജ പ്രതിരോധവും ആർജിത പ്രതിരോധവും. സഹജ പ്രതിരോധം എന്ന് വെച്ചാൽ ജന്മനാ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം എന്ന് പറയുന്നത്. ഇനി ആർജിത പ്രതിരോധമാണെങ്കിൽ ശരീരത്തിൽ നമ്മൾ പിന്നീട് ആർജിച്ചെടുക്കുന്ന രോഗപ്രതിരോധ സംവിധാനമാണ് ആർജിത പ്രതിരോധം എന്ന് പറയുന്നത്. ആൻറ്റിജനുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന സഹജ പ്രതിരോധത്തിലെ വിവിധ മാർഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് പ്രാഥമിക തല പ്രതിരോധം എന്നാണ്. അതായത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ രോഗം ഉണ്ടാകാൻ കാരണമാവുന്ന ആൻറ്റിജനുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന സഹജ പ്രതിരോധത്തിലെ വിവിധ മാർഗങ്ങളെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് പ്രാഥമിക തല പ്രതിരോധം എന്നത്. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് പ്രാഥമിക തല പ്രതിരോധത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്നാണ് പറയുന്നത്. കണ്ണുനീരിലും ഉമിനീരിലും അടങ്ങിയിരിക്കുന്നതും ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നതുമായ എൻസൈം ഏതാണ്? ലൈസോസൈം ആണല്ലേ. ഇത് PYQ ആണ് കേട്ടോ, പഠിച്ചു വയ്ക്കണം. കണ്ണുനീരിലും ഉമിനീരിലും അടങ്ങിയിരിക്കുന്നതും ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നതുമായ എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ഈ ലൈസോസൈം എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രാഥമിക തല പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. ഇനി ചെവിയിൽ രോഗാണുക്കളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന സ്രവം ചെവിയിലെ മെഴുകൽ, അല്ലേ? ഇയർ വാക്സ് എന്ന് പറയുന്നത്. ചെവിയിലെ രോഗാണുക്കളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന സ്രവമാണ് ചെവിയിലെ മെഴുക്. ആമാശയത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്.
ആമാശയത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതൊക്കെ പ്രാഥമിക തല പ്രതിരോധ സംവിധാനങ്ങളാണ് കേട്ടോ. ശരീരത്തിൽ ജന്മനാ കിട്ടുന്ന സാധനങ്ങളാണ്, ഉള്ള പ്രതിരോധ മാർഗങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. ശ്വാസനാളത്തിൽ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കുന്ന രോമതുല്യമായ ഭാഗങ്ങളാണ് സീലിയ എന്ന് പറയുന്നത്. ശ്വാസനാളത്തിൽ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കുന്ന രോമതുല്യമായ ഭാഗങ്ങളാണ് സീലിയ. ത്വക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രോഗാണുക്കളുടെ വളർച്ചയെ തടയുന്ന സ്രവങ്ങളാണ് സെബം, വിയർപ്പ് എന്നിവയൊക്കെ. ത്വക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രോഗാണുക്കളുടെ വളർച്ചയെ തടയുന്ന സ്രവങ്ങളാണ് സെബം, വിയർപ്പ് എന്നിവ. ഇനി ദഹനപഥത്തിലും മൂത്രപഥത്തിലും രോഗാണുക്കളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്ന ഘടകമാണ് ഉപകാരി ബാക്ടീരിയകൾ, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ദഹനപഥത്തിലും മൂത്രപഥത്തിലും ഒക്കെ എന്താണ് ബാക്ടീരിയകളുണ്ട്. അതെന്തിനാണ് സഹായിക്കുന്നത്? രോഗാണുക്കളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ശ്വാസനാളം, മൂത്രപഥം തുടങ്ങിയ ഭാഗങ്ങളിലെ രോഗാണുക്കളെ കെണിയിലാക്കാൻ സഹായിക്കുന്ന പശിമയുള്ള സ്രവമാണ് ശ്ലേഷ്മം എന്ന് പറയുന്നത്. ശ്വാസനാളം, മൂത്രപഥം തുടങ്ങിയ ഭാഗങ്ങളിൽ രോഗാണുക്കളെ കെണിയിലാക്കാൻ സഹായിക്കുന്ന പശിമയുള്ള സ്രവമാണ് ശ്ലേഷ്മം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാഥമിക പ്രതിരോധ തലത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള പ്രതിരോധ മാർഗങ്ങളാണ്. കണ്ണുനീരിലും ഉമിനീരിലും അടങ്ങിയിരിക്കുന്ന ലൈസോസൈം, ചെവിയിലെ മെഴുക്, ആമാശയത്തിൽ കാണപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്വാസനാളത്തിലെ സീലിയ, ത്വക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സെബം, വിയർപ്പ് എന്നിവ, പിന്നെ ദഹനപഥത്തിലും മൂത്രപഥത്തിലും കാണപ്പെടുന്ന ഉപകാരി ബാക്ടീരിയകൾ, ശ്വാസനാളത്തിലും മൂത്രപഥത്തിലും കാണപ്പെടുന്ന ശ്ലേഷ്മം എന്നിവയൊക്കെ. ഇവയൊക്കെ പ്രാഥമിക തല പ്രതിരോധ മാർഗങ്ങളാണ്. അതായത് നമ്മുടെ സഹജ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇനി പ്രാഥമിക തല പ്രതിരോധത്തെ ഭേദിച്ച് രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ അവയെ പ്രതിരോധിക്കുന്ന സഹജ പ്രതിരോധ സംവിധാനമാണ് ദ്വിതീയ തല പ്രതിരോധം എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, രോഗാണുക്കൾ അകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനെ ഭേദിച്ചിട്ട് രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ അവയെ പ്രതിരോധിക്കുന്ന സഹജ പ്രതിരോധ സംവിധാനത്തിനെ നമ്മൾ ദ്വിതീയ തല പ്രതിരോധം എന്നാണ് പറയുന്നത്. സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണു ഏതാണെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ടും ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ശ്വേതരക്താണുക്കളാണ്, അല്ലേ? വെളുത്ത രക്തകോശങ്ങളാണ് അവിടെ മെയിനായിട്ടും ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റി പറയുമ്പം ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുവാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് കേട്ടോ. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുവാണ് ന്യൂട്രോഫിൽ. അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുകയും പരാതങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണു ചോദിച്ചാൽ അത് ഈസിനോഫിലാണ്. അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുകയും പരാതങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുവാണ് ഈസിനോഫിൽ എന്ന് പറയുന്നത്. ഇനി അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃതകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുകയും മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുവാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃതകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുകയും മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുവാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. ഇനി രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ, വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ചാൽ അത് ബേസോഫിലാണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ, വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ബേസോഫിൽ എന്ന് പറയുന്നത്. വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞപ്പം രണ്ട് കേസിൽ, അതായത് രണ്ട് ശ്വേതരക്താണുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, അല്ലേ? അപ്പോൾ ഈ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന പ്രധാന കോശങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ടാൾക്കാരുള്ള ഏതാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആയിരുന്നു. ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന പ്രധാന കോശങ്ങൾ, അതിനെയാണ് നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഫാഗോസൈറ്റുകൾ? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. PYQ ആണ്, പഠിച്ചു വയ്ക്കണം. ഇനി ഫാഗോസൈറ്റോസിസ് പ്രക്രിയയിൽ രോഗാണുവിനെ കോശത്തിനുള്ളിലാക്കി രൂപപ്പെടുന്ന ഘടനയെ നമ്മൾ ഫാഗോസോം എന്നാണ് പറയുന്നത്. അതായത് ഇവർ വീങ്ങി നശിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ രോഗാണുവിനെ കോശത്തിനുള്ളിലാക്കിയിട്ട് രൂപപ്പെടുന്ന ഘടനയെ പറയുന്ന പേരാണ് ഫാഗോസോം എന്ന് പറയുന്നത്. ഫാഗോസോം എന്നാണ് ആ ഒരു ഘടനയ്ക്ക് പറയുന്നത്, രോഗാണുവിനെ കോശത്തിനുള്ളിലാക്കി രൂപപ്പെടുന്ന ഘടന.
ഇനി ഫാഗോസോമും ലൈസോസോമും ചേർന്നുണ്ടാകുന്ന ഘടനയാണ് ഫാഗോലൈസോസോം എന്ന് പറയുന്നത്. ഈ രോഗാണുവിനെ കോശത്തിനുള്ളിലാക്കിയിട്ട് രൂപപ്പെടുന്ന ഘടനയായിട്ടുള്ള ഫാഗോസോമും ലൈസോസോമും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ഘടനയാണ് ഫാഗോലൈസോസോം എന്ന് പറയുന്നത്. മുറിവോ ചതവോ ഉണ്ടാകുമ്പോൾ രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് വെളുത്ത രക്തകോശങ്ങളെ എത്തിക്കുന്ന പ്രതിരോധ മാർഗമാണ് വീക്കം പ്രതികരണം. അതായത് മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ മുറിവോ ചതവോ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ വീക്കം വരാറില്ലേ? വീക്കം വരുന്നത് എന്താണ്? ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ മാർഗമാണല്ലേ. അവിടെ എന്താ നടക്കുന്നത്? മുറിവോ ചതവോ ഉണ്ടാകുമ്പോൾ രക്തപ്രവാഹം വർദ്ധിപ്പിച്ചിട്ട് വെളുത്ത രക്തകോശങ്ങളെ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു പ്രതിരോധ മാർഗമാണ് ഈ വീക്കം എന്ന് പറയുന്നത്. വീക്കം പ്രതികരണത്തിൻ്റെ ഭാഗമായി രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ മുറിവേറ്റ കോശങ്ങൾ പുറത്തുവിടുന്ന രാസവസ്തുവാണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. വീക്കം പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ, അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ മുറിവേറ്റ കോശങ്ങൾ പുറത്തുവിടുന്ന രാസവസ്തുവാണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. വീക്കം പ്രതികരണത്തിൻ്റെ ഭാഗമായി രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ മുറിവേറ്റ കോശങ്ങൾ പുറത്തുവിടുന്ന രാസവസ്തുവാണ് ഹിസ്റ്റമിൻ. ഈ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം അല്ലേ. ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിൻ്റെ സാധാരണ താപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരീരത്തിൻ്റെ താപനില സാധാരണ പരിധിക്ക് മുകളിൽ ഉയർന്ന അവസ്ഥയാണ് നമ്മൾ പനി എന്ന് പറയുന്നത് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ശരീരത്തിൻ്റെ താപനില എത്തുമ്പം അതിനെയാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. ശരീര താപനില ഉയർത്താൻ തലച്ചോറിന് നിർദ്ദേശം നൽകാനായി വെളുത്ത രക്തകോശങ്ങൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളാണ് പൈറോജനുകൾ എന്ന് പറയുന്നത്. ശരീര താപനില ഉയർത്താൻ തലച്ചോറിന് നിർദ്ദേശം നൽകാനായി വെളുത്ത രക്തകോശങ്ങൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളാണ് പൈറോജനുകൾ എന്ന് പറയുന്നത്. ഇനി ഉയർന്ന താപനില ശരീരത്തിനുണ്ടാക്കുന്ന പ്രയോജനം എന്തൊക്കെയാണെന്നുള്ളത്, അതായത് ഈ പനി എന്ന് പറയുന്നതും ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ മാർഗ്ഗമാണല്ലേ. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ശരീരം അതിനോട് റിയാക്ട് ചെയ്യുന്നൊരു രീതിയാണ് പനി എന്ന് പറയുന്നത്. അങ്ങനെ ശരീരത്തിൻ്റെ താപനില ഉയർന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ചോദിച്ചാൽ ഫാഗോസൈറ്റുകളുടെ പ്രവർത്തനം വേഗത്തിലാക്കുന്നു അല്ലേ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ചില രക്താണുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, രോഗാണുക്കളെ വീങ്ങി നശിപ്പിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രവർത്തനമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേഗത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗാണുക്കളുടെ വളർച്ച തടയുന്നു. അപ്പം ഉയർന്ന താപനില ശരീരത്തിനുണ്ടാക്കുന്ന പ്രയോജനം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫാഗോസൈറ്റുകളുടെ പ്രവർത്തനം വേഗത്തിലാക്കുന്നു. അതുകൊണ്ട് തന്നെ രോഗാണുക്കളുടെ വളർച്ച തടയുന്നു. ഇനി മുറിവുണ്ടാകുമ്പോൾ രക്തപ്രവാഹം തടയുന്നതിനും രോഗാണു പ്രവേശം തടയുന്നതിനുമുള്ള മാർഗമാണ് രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്നത്. മുറിവുണ്ടാകുമ്പോൾ രക്തപ്രവാഹം തടയുന്നതിനും രോഗാണു പ്രവേശം തടയുന്നതിനുമുള്ള മാർഗമാണ് രക്തം കട്ടപിടിക്കൽ. അതും ഒരു പ്രതിരോധ മാർഗമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രധാന രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. ഇതും എത്രയോ തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രധാന രക്തകോശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പ്ലേറ്റ്ലെറ്റുകളാണ്. പഠിച്ചു വയ്ക്കണേ. മുറിവേറ്റ കോശങ്ങളും പ്ലേറ്റ്ലെറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ രക്തം കട്ട പിടിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ജസ്റ്റ് ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം നമുക്കൊന്ന് വായിച്ചിട്ട് പോവാം. ഇതാണ് ആ പോർഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. രക്തം കട്ടപിടിക്കൽ. ത്വക്കിൽ മുറിവുണ്ടാകുമ്പോൾ രക്തപ്രവാഹം തടയുന്നതോടൊപ്പം രോഗാണു പ്രവേശനവും തടയാനുള്ളൊരു മാർഗമാണ് രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്നത്. മുറിവുണ്ടാകുമ്പോൾ ആ സ്ഥാനത്തെ പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കലകളും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രക്തപ്ലാസ്മയിലെ പ്രോത്തോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റുന്നു. ത്രോംബിൻ ഫൈബ്രിനോജൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഫൈബ്രിൻ നാരുകൾ ഉണ്ടാക്കുന്ന വലക്കണ്ണികളിൽ ചുവന്ന രക്താണുക്കൾ അകപ്പെടുകയും രക്തക്കട്ട രൂപപ്പെടുകയും ചെയ്യുന്നു. മുറിവ് ഉണങ്ങുന്നതുവരെ ഇത് കൂടുതൽ രക്തനഷ്ടം തടയുന്നു. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഒരു മുറിവുണ്ടാകുന്ന സമയത്ത് ആ സ്ഥാനത്തെ പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ് കലകളും കൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്താ ചെയ്യുന്നത്? രക്തപ്ലാസ്മയിലെ പ്രോത്തോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റുന്നു. പഠിച്ചു വെക്കണേ. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്താ ചെയ്യുന്നത്? രക്തപ്ലാസ്മയിലെ പ്രോത്തോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കിയിട്ട് മാറ്റുന്നു. ഇനി ഈ ത്രോംബിന് ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് നിഷ്ക്രിയ പ്രോട്ടീനാണ്. അതായത് ഇനാക്റ്റീവ് ഫോമിലുള്ളതാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. അതിനെ ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നത് ത്രോംബിനാണ്. ആക്റ്റീവ് ഫോമിന് പറയുന്ന പേരാണ് ഫൈബ്രിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ത്രോംബിന് ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കിയിട്ട് മാറ്റുന്നു. ഈ ഫൈബ്രിൻ നാരുകൾ ഉണ്ടാക്കുന്ന വലക്കണ്ണികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചുവന്ന രക്താണുക്കൾ
തങ്ങി നിൽക്കപ്പെടുകയാണ്. അങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മുറിവുണ്ടാകുമ്പോൾ ആ സ്ഥാനത്തുള്ള പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ് കലകളും കൂടെ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്താ ചെയ്യുന്നത്? രക്തപ്ലാസ്മയിലെ പ്രോന്തോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കിയിട്ട് മാറ്റുന്നു. പിന്നീട് ഈ ത്രോംബിൻ ഫൈബ്രിനോജൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഫൈബ്രിൻ നാരുകൾ ഉണ്ടാക്കുന്ന വലക്കണ്ണികളിൽ ചുവന്ന രക്താണുക്കൾ അകപ്പെടുകയും രക്തക്കട്ട രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രധാന രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകളാണ്. മുറിവേറ്റ കോശങ്ങളും പ്ലേറ്റ്ലെറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് അല്ലേ. ഈ ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബിനാക്കി മാറ്റുന്ന രക്തപ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ്? പ്രോത്തോംബിനാണല്ലേ. പ്രോത്തോംബിനെയാണ് ത്രോംബോപ്ലാസ്റ്റിൻ വന്നിട്ട് ത്രോംബിനാക്കി മാറ്റുന്നത്. കൺഫ്യൂസ്ഡ് ആവല്ലേ. നിഷ്ക്രിയ പ്രോട്ടീനായ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബിനാണ്. ചുവന്ന രക്താണുക്കൾ അകപ്പെട്ട് രക്തക്കട്ട രൂപപ്പെടാൻ സഹായിക്കുന്ന നാരുകളാണ് ഫൈബ്രിൻ നാരുകൾ എന്ന് പറയുന്നത് അല്ലേ. ക്ലിയർ അല്ലേ. ഇനി നഷ്ടപ്പെട്ട കോശങ്ങൾക്ക് പകരമായി യോജിക കലകൾ രൂപപ്പെട്ട് മുറിവടയുന്ന പ്രക്രിയയാണ് മുറിവുണങ്ങൽ എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട കോശങ്ങൾക്ക് പകരമായിട്ട് യോജിക കലകൾ രൂപപ്പെട്ട് മുറിവടയുന്ന പ്രക്രിയയാണ് മുറിവുണങ്ങൽ. രോഗകാരികളുടെ ഇനമോ പ്രവർത്തന രീതിയോ പരിഗണിക്കാതെ പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പൊതുവായ പ്രതിരോധം എന്ന് പറയുന്നത്. രോഗകാരികളുടെ ഇനമോ പ്രവർത്തന രീതിയോ ഒന്നും പരിഗണിക്കാതെ പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനത്തിന് നമ്മൾ പൊതുവായ പ്രതിരോധം എന്നാണ് പറയുന്നത്. ജനനശേഷം വികസിക്കുന്നതും പ്രത്യേകം ആൻറ്റിജനുകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതുമായ പ്രതിരോധ സംവിധാനമാണ് ആർജിത പ്രതിരോധം അഥവാ പ്രത്യേക പ്രതിരോധം എന്ന് പറയുന്നത്. ജനനശേഷം വികസിപ്പിക്കുന്നതും പ്രത്യേകം ആൻറ്റിജനുകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതുമായ ഏതാണ് രോഗകാരി അല്ലെങ്കിൽ രോഗാണു ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പ്രതിരോധിക്കുന്ന സംവിധാനത്തിനെയാണ് ആർജിത പ്രതിരോധം അല്ലെങ്കിൽ പ്രത്യേക പ്രതിരോധം എന്ന് പറയുന്നത്. ആർജിത പ്രതിരോധത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ശ്വേതരക്താണുക്കളാണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. ആർജിത പ്രതിരോധത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? ലിംഫോസൈറ്റുകളാണ്. ശരീരത്തിലെ രണ്ട് പ്രധാന ലിംഫോസൈറ്റുകളാണ് ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റുകളും അല്ലേ. ശരീരത്തിലെ രണ്ട് പ്രധാന ലിംഫോസൈറ്റുകളാണ് ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റുകളും. അസ്ഥിമജ്ജയിൽ രൂപപ്പെടുകയും അവിടെ തന്നെ പാകപ്പെടുകയും ചെയ്യുന്ന പ്രതിരോധ കോശങ്ങളാണ് ബി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ്. പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിൽ വെച്ചിട്ട് തന്നെയാണ്. അസ്ഥിമജ്ജയിൽ രൂപപ്പെടുകയും അവിടെ തന്നെ പാകപ്പെടുകയും ചെയ്യുന്ന പ്രതിരോധ കോശങ്ങളാണ് ബി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ കോശങ്ങളാണ് ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ കോശങ്ങൾ ഏതാണ്? ബി ലിംഫോസൈറ്റുകൾ തന്നെയാണ്. ഇനി അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്ന പ്രതിരോധ കോശങ്ങളാണ് ടി ലിംഫോസൈറ്റുകൾ. നമ്മൾ നേരത്തെ ബി ലിംഫോസൈറ്റ് പറഞ്ഞപ്പം പറഞ്ഞായിരുന്നു അസ്ഥിമജ്ജയിലാണത് രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിൽ തന്നെയാണ്. പക്ഷേ ടി ലിംഫോസൈറ്റുകൾ അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ടിട്ട് തൈമസ് ഗ്രന്ഥിയിലാണ് പാകപ്പെടുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കണേ. അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്ന പ്രതിരോധ കോശങ്ങളാണ് ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന പ്രതിരോധ കോശങ്ങളാണ് ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. ബി ലിംഫോസൈറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി നിർമ്മിക്കുന്നത് ബി ലിംഫോസൈറ്റാണെന്ന് പറഞ്ഞായിരുന്നു. ടി ലിംഫോസൈറ്റുകൾ എന്താ ചെയ്യുന്നത്? രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന പ്രതിരോധ കോശങ്ങളാണ് ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി വാക്സിനേഷൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ അല്ലേ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. വാക്സിനേഷൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ ആണ്. വാക്സിൻ എന്ന വാക്കിൻ്റെ ഉദ്ഭവം എങ്ങനെയാണ്? പശു എന്നർത്ഥം വരുന്ന വാക്ക എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് വാക്സിൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പശു എന്നർത്ഥം വരുന്ന വാക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വാക്സിൻ എന്ന വാക്ക് ഉദ്ഭവിച്ചിട്ടുള്ളത്. ഇനി രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കാനുള്ള കൃത്രിമ മാർഗത്തെയാണ് പ്രതിരോധ കുത്തിവയ്പ്പ് അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന് പറയുന്നത്. രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കാനായുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധ കുത്തിവയ്പ്പ് അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന് പറയുന്നത്. വാക്സിനേഷനിലൂടെ ശരീരത്തിൽ ആർജിച്ചെടുക്കുന്ന പ്രതിരോധ ശേഷിയാണ് കൃത്രിമ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. വാക്സിനേഷനിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന പ്രതിരോധ ശേഷിയെ കൃത്രിമ പ്രതിരോധ ശേഷി എന്ന് പറയുന്നു. അപ്പം നമ്മൾ 51 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലും കൂടെ പറയുക കേട്ടോ. എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടതുണ്ടോ, കാര്യങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 5-ാം പനി, മുണ്ടിനീര്, റുബെല്ല എന്നിവയെ പ്രതിരോധിക്കുന്ന വാക്സിൻ ഏതാണെന്നുള്ളതാണ്. MMR വാക്സിനാണ് കേട്ടോ, പഠിച്ചു വയ്ക്കണം. 5-ാം പനി, മുണ്ടിനീര്, റുബെല്ല എന്നിവയെ പ്രതിരോധിക്കുന്ന വാക്സിനാണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. നിർവീര്യമാക്കിയ രോഗകാരികൾ അടങ്ങിയിരിക്കുന്ന വാക്സിൻ ഉദാഹരണമാണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. നിർവീര്യമാക്കിയ രോഗകാരികൾ അടങ്ങിയിരിക്കുന്ന വാക്സിൻ ഉദാഹരണമാണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. 5-ാം പനി, മുണ്ടിനീര്, റുബെല്ല എന്നിവയെ പ്രതിരോധിക്കുന്ന വാക്സിനാണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. ഇനി മൃതരോഗകാരികൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതും പോളിയോ രോഗത്തെ പ്രതിരോധിക്കുന്നതുമായ വാക്സിനാണ് OPV എന്ന് പറയുന്നത് അല്ലേ. OPVയുടെ ഫുൾ ഫോം എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ എന്നാണ് ഫുൾ ഫോം വരുന്നത്. മൃതരോഗകാരികൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതും പോളിയോ രോഗത്തെ പ്രതിരോധിക്കുന്നതുമായ വാക്സിനാണ് OPV എന്ന് പറയുന്നത്, ഓറൽ പോളിയോ വാക്സിൻ. സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിനാണ് HPV വാക്സിൻ എന്ന് പറയുന്നത്. സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിനാണ് HPV വാക്സിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യുൽപാദന ആരോഗ്യം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സെർവിക്കൽ ക്യാൻസറിനൊക്കെ പറ്റിയിട്ട്. രോഗകാരികളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാക്സിൻ ഉദാഹരണമാണ് HPV വാക്സിൻ എന്ന് പറയുന്നത്. രോഗകാരികളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാക്സിൻ ഉദാഹരണമാണ് HPV വാക്സിൻ എന്ന് പറയുന്നത്. രോഗകാരിയുടെ ജനിതക വസ്തുവോ അതിൻ്റെ ഭാഗങ്ങളോ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാക്സിനാണ് COVID-19 വാക്സിൻ കേട്ടോ. രോഗകാരിയുടെ ജനിതക വസ്തുവോ അതിൻ്റെ ഭാഗങ്ങളോ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് COVID-19 വാക്സിൻ. നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ വാക്സിനുകൾ എന്ന് പറയുന്നത്. പ്രതിരോധ വ്യൂഹത്തിനുണ്ടാകുന്ന തകരാറ്, ജനിതക തകരാറ്, അനാരോഗ്യകരമായ ജീവിതശൈലി, രോഗാണുക്കളുടെ ആധിക്യം എന്നിവ മൂലം ശരീരത്തിൻ്റെ സ്വാഭാവിക സ്ഥിതിക്കുണ്ടാകുന്ന തകരാറുകളെയും നമുക്ക് രോഗങ്ങൾ എന്ന് പറയാം അല്ലേ. പ്രതിരോധ വ്യൂഹത്തിനുണ്ടാകുന്ന തകരാറ്, ജനിതക തകരാറ്, അനാരോഗ്യകരമായ ജീവിതശൈലി, രോഗാണുക്കളുടെ ആധിക്യം എന്നിവ മൂലം ശരീരത്തിൻ്റെ സ്വാഭാവിക സ്ഥിതിക്കുണ്ടാകുന്ന തകരാറുകളെയും നമ്മൾ രോഗങ്ങൾ എന്ന് പറയുന്നു. ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് ആർജിത രോഗങ്ങൾ എന്നാണ് അല്ലേ. ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് ആർജിത രോഗങ്ങൾ എന്നും. ഇനി സൂക്ഷ്മജീവികൾ കാരണം മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. സൂക്ഷ്മജീവികൾ കാരണം മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെ നമ്മൾ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നു. സാംക്രമിക രോഗങ്ങൾ പകരുന്ന പ്രധാന രീതികൾ ഏതൊക്കെയാണ്? മലിനമാക്കപ്പെട്ട ആഹാരം അല്ലെങ്കിൽ ജലം, സമ്പർക്കം, ചുമ, തുമ്മൽ, വായുവിലെ കണികകൾ, പ്രതലങ്ങൾ, രോഗാണുവാഹക ഘടകങ്ങൾ എന്നിവയിലൂടെയൊക്കെ ഈ സാംക്രമിക രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നുണ്ടല്ലേ. ഏതൊക്കെയാണ്? മലിനമാക്കപ്പെട്ട ആഹാരം അല്ലെങ്കിൽ ജലം, സമ്പർക്കം, ചുമ ഓർ തുമ്മൽ, വായുവിലെ കണികകൾ, പ്രതലങ്ങൾ, രോഗാണുവാഹക ഘടകങ്ങൾ എന്നിവയൊക്കെ രോഗം പകരാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ബാക്ടീരിയകൾ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്ന രീതി. ഇനി ബാക്ടീരിയ എങ്ങനെയാണ് ഒരു ശരീരത്തിൽ രോഗമുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ബാക്ടീരിയ പെരുകുമ്പോൾ പുറത്തുവിടുന്ന ടോക്സിനുകൾ ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയും കോശങ്ങളെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ശരീരത്തിൽ രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയകൾ കേട്ടോ. ബാക്ടീരിയകൾ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്ന രീതി: ബാക്ടീരിയ പെരുകുമ്പോൾ പുറത്തുവിടുന്ന ടോക്സിനുകൾ ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയും കോശങ്ങളെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുമാണ് ബാക്ടീരിയ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ബാക്ടീരിയ മൂലം പകരുന്ന ഒരു അസുഖമാണ് ക്ഷയരോഗം എന്ന് പറയുന്നത് അല്ലേ. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗത്തിൻ്റെ പടർച്ചാ രീതി എങ്ങനെയാണ്? ക്ഷയരോഗം ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പടരുക എന്ന് ചോദിച്ചാൽ, രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴോ വായുവിലെത്തുന്ന ചെറു തുള്ളികളിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത്. ഇതൊക്കെ ടെക്സ്റ്റിൽ പറയുന്നതാണ്, പഠിച്ചിട്ട് വയ്ക്കണം. ക്ഷയരോഗം പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴോ വായുവിലെത്തുന്ന ചെറു തുള്ളികളിലൂടെയാണിത് പകരുന്നത്. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശ്വാസകോശമാണല്ലേ. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശങ്ങളാണ്. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിമ്മിഷ്ടം,
ഭാരക്കുറവ്, കഫത്തിൽ രക്തം കാണുക എന്നിവയൊക്കെ എന്താണ്? ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അങ്ങനെ പഠിച്ചാൽ മതി. ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിമ്മിഷ്ടം, ഭാരക്കുറവ്, കഫത്തിൽ രക്തം കാണുക എന്നിവയൊക്കെ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ക്ഷയരോഗത്തിൻ്റെ പ്രതിരോധത്തിനായി നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ക്ഷയരോഗത്തിൻ്റെ പ്രതിരോധത്തിനായിട്ട് നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ എന്ന് പറയുന്നത്. ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ക്ഷയരോഗത്തിനുള്ള ദീർഘകാല ചികിത്സയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇതും പഠിച്ചു വെക്കണേ, മാച്ച് ദ ഫോളോയിങ്സിലൊക്കെ ചോദിക്കാറുണ്ട്. ക്ഷയരോഗ പ്രതിരോധത്തിനായിട്ട് നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ എന്ന് പറയുന്നത്. ഇനി ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ക്ഷയരോഗത്തിനുള്ള ദീർഘകാല ചികിത്സയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷയരോഗത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ബാക്ടീരിയ ഏതാണ്? മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. പിന്നെ വാക്സിൻ BCG ആണ്. ചികിത്സ ഡോട്ട്സ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് എലിപ്പനീനെ പറ്റിയിട്ടാണ് കേട്ടോ. എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ്. ഇതും PYQ ആണ്, പഠിച്ചു വെക്കണേ. എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്. എലിപ്പനിയുടെ പടർച്ചാ രീതി എലിമൂത്രം കലർന്ന ജലത്തിലൂടെയോ മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തിലൂടെയോ ആണ് എലിപ്പനി പടരുന്നത്. എലിപ്പനി ബാധിക്കുന്ന പ്രധാന ശരീരഭാഗങ്ങൾ വൃക്കകൾ, കരൾ, ശ്വാസകോശങ്ങൾ എന്നിവയാണ്. എലിപ്പനി ബാധിക്കുന്ന പ്രധാന ശരീരഭാഗങ്ങളാണ് വൃക്കകൾ, കരൾ, ശ്വാസകോശങ്ങൾ എന്നിവ. ഇനി എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശിവേദന, കണ്ണിൽ ചുവപ്പ് നിറം, ഛർദി എന്നിവയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശിവേദന, കണ്ണിൽ ചുവപ്പ് നിറം, ഛർദി എന്നിവയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ഷയരോഗമാണെങ്കിലും എലിപ്പനിയാണെങ്കിലും ബാക്ടീരിയ പരത്തുന്ന അല്ലെങ്കിൽ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന 2 രോഗങ്ങളാണ് ക്ഷയരോഗവും എലിപ്പനിയും എന്ന് പറയുന്നത്. ഇനി നമ്മൾ വൈറസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ വൈറസുകൾ ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുന്ന രീതി എങ്ങനെയാണ്? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് കോശങ്ങളെ നശിപ്പിച്ചിട്ടാണ് വൈറസുകൾ ശരീരത്തിൽ പെരുകുന്നത്. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് കോശങ്ങളെ നശിപ്പിച്ചിട്ടാണ് വൈറസുകൾ ശരീരത്തിൽ പെരുകുന്നത്. എയ്ഡ്സ് എന്ന രോഗത്തിൻ്റെ പൂർണ്ണരൂപം, എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ആണ് പറഞ്ഞിട്ടുള്ളത്. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം കേട്ടോ, പഠിച്ചു വയ്ക്കണം. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണ് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം. എയ്ഡ്സിന് കാരണമാകുന്ന രോഗകാരിയായ വൈറസ് ഏതാണ്? HIV ആണല്ലേ. HIV ആണ് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ്. HIV ഫുൾ ഫോമും പഠിച്ചു വയ്ക്കണം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് HIV ഫുൾ ഫോം വരുന്നത്. എയ്ഡ്സിന് കാരണമാകുന്ന HIV വൈറസിൻ്റെ ഫുൾ ഫോമാണ് പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് HIV ഫുൾ ഫോം വരുന്നത്. ഇനി HIV വൈറസുകൾ പ്രധാനമായും ബാധിക്കുന്ന കോശങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് T ലിംഫോസൈറ്റുകളെയാണ് കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. HIV വൈറസുകൾ പ്രധാനമായും ബാധിക്കുന്ന കോശങ്ങളാണ് T ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ഉണ്ടാകുന്ന ചില എയ്ഡ്സ് രോഗലക്ഷണങ്ങളാണ് ന്യൂമോണിയ, ക്ഷയം, ചിലയിനം ക്യാൻസറുകൾ എന്നിവയൊക്കെ അല്ലേ. അപ്പം HIV ബാധിച്ച് ക്രമേണ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ട് ന്യൂമോണിയ, ക്ഷയം, ചിലയിനം ക്യാൻസറുകളിലേക്കൊക്കെ എത്താറുണ്ട്. എയ്ഡ്സ് രോഗം പകരുന്ന പ്രധാന രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ, HIV ബാധിതരുടെ സൂചികളും സിറിഞ്ചുകളും പങ്കുവയ്ക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തമോ അവയവങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ, രോഗബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കും അല്ലേ. അപ്പം എയ്ഡ്സ് രോഗം പകരുന്ന രീതികളാണ് പറഞ്ഞിട്ടുള്ളത്. ലൈംഗിക ബന്ധത്തിലൂടെ, HIV ബാധിതരുടെ സൂചികളും സിറിഞ്ചുകളും പങ്കുവയ്ക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തമോ അവയവങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ, രോഗബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കും HIV പകരാം. HIV പെരുകൽ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി ആൻറ്റി റിട്രോവൈറൽ തെറാപ്പിയാണ് കേട്ടോ. HIV പെരുകൽ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി നിപ്പ രോഗത്തിന് കാരണമാകുന്ന രോഗകാരി നിപ്പ വൈറസ് ആണല്ലേ. നിപ്പ രോഗത്തിൻ്റെ പ്രധാന പ്രാരംഭ ലക്ഷണങ്ങളാണ് പനി, തലവേദന, പേശിവേദന, ചുമ, ഛർദി എന്നിവയൊക്കെ. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്ത ഭാഗം തന്നെയാണ്. നിപ്പ രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് പനി, തലവേദന, പേശിവേദന, ചുമ, ഛർദി എന്നിവ. നിപ വൈറസ് പടർത്തുന്ന പ്രധാന ജീവികളാണ് വവ്വാലുകൾ, പന്നികൾ എന്നിവയൊക്കെ. ഇനി ഫംഗസുകൾ മനുഷ്യരിൽ നേരിട്ട് അണുബാധ ഉണ്ടാക്കുന്ന ശരീരഭാഗങ്ങൾ. ഇനി നമ്മൾ ബാക്ടീരിയയും വൈറസും പറഞ്ഞു, ഫംഗസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫംഗസുകൾ മനുഷ്യരിൽ നേരിട്ട് അണുബാധ ഉണ്ടാക്കുന്ന ശരീരഭാഗങ്ങൾ ചർമ്മം, നഖങ്ങൾ എന്നിവയൊക്കെയാണ്.
വട്ടാകൃതിയിലുള്ള ചുവന്ന പാടുകളും ചൊറിച്ചിലും ലക്ഷണമായ ഫംഗസ് രോഗമാണ് റിംഗ്വേ എന്ന് പറയുന്നത് കേട്ടോ. റിംഗ്വേം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗസ് രോഗമാണ്. അതിൻ്റെ ലക്ഷണം എന്താണ്? വട്ടാകൃതിയിലുള്ള ചുവന്ന പാടുകളും ചൊറിച്ചിലുമാണ് കേട്ടോ. അപ്പോൾ വട്ടാകൃതിയിലുള്ള ചുവന്ന പാടുകളും ചൊറിച്ചിലും ലക്ഷണമായ ഫംഗസ് രോഗമാണ് റിംഗ്വേം എന്ന് പറയുന്നത്. ഇനി മൃഗങ്ങളിൽ നിന്നും മലിനമായ വസ്തുക്കളിലൂടെയും പകരുന്ന ഫംഗസ് രോഗമാണ് റിംഗ്വേ കേട്ടോ. മൃഗങ്ങളിൽ നിന്നും മലിനമായ വസ്തുക്കളിലൂടെയുമാണിത് പകരുന്നത്. വായിൽ വെളുത്ത പാടുകൾ, ചൊറിച്ചിൽ, നിറം മങ്ങിയ നഖങ്ങൾ എന്നിവ ലക്ഷണമായ രോഗമാണ് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. ഇതും ഒരു ഫംഗസ് രോഗമാണ് കേട്ടോ. വായിൽ വെളുത്ത പാടുകൾ, ചൊറിച്ചിൽ, നിറം മങ്ങിയ നഖങ്ങൾ എന്നിവ ലക്ഷണമായ രോഗമാണ് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. ഇതും ഒരു ഫംഗസ് രോഗമാണ്. നേരിട്ടുള്ള സമ്പർക്കം, ലൈംഗിക ബന്ധം എന്നിവയിലൂടെ പകരുന്ന ഫംഗസ് രോഗമാണ് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. നേരിട്ടുള്ള സമ്പർക്കം, ലൈംഗിക ബന്ധം എന്നിവയിലൂടെയാണ് കാൻഡിഡിയാസിസ് പകരുന്നത്. ജീവശാസ്ത്രപരമായി ഏകകോശ യൂക്കാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടോസോവകളാണ് അല്ലേ. ജീവശാസ്ത്രപരമായി ഏകകോശ യൂക്കാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടോസോവകളാണ്. ചുവന്ന രക്തകോശങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുന്ന രോഗകാരികളുടെ വിഭാഗത്തെയാണ് നമ്മൾ പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ചുവന്ന രക്തകോശങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുന്ന രോഗകാരികളുടെ വിഭാഗമാണ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. മലമ്പനിക്ക് അല്ലെങ്കിൽ മലേറിയ എന്നും പറയാം കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പം മലമ്പനിക്ക് കാരണം എന്താണ്? പ്രോട്ടോസോവയാണ്. ഇതും PYQ ആയിരുന്നു കേട്ടോ. മലമ്പനി അല്ലെങ്കിൽ മലേറിയയ്ക്ക് കാരണം പ്രോട്ടോസോവയാണ്. അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. മലമ്പനി പരത്തുന്ന വാഹകർ, ഇതും PYQ ആണ്. എങ്ങനെയാണ് മലമ്പനി പകരുന്നത്? അനോഫിലിസ് പെൺ കൊതുകുകളാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അനോഫിലിസ് പെൺ കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. മലമ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ ഇടവിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന, പേശിവേദന, ശരീരവേദന, ഛർദി, ക്ഷീണം എന്നിവയൊക്കെയാണ്. മലമ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ ഇടവിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന, പേശിവേദന, ശരീരവേദന, ഛർദി, ക്ഷീണം എന്നിവയാണ്. മലമ്പനി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി മലേറിയൽ മരുന്നുകൾ എന്ന് പറയുന്നത്. അപ്പം മലമ്പനിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ പ്ലാസ്മോഡിയമാണ്. മലമ്പനി പരത്തുന്ന വാഹകരാണ് അനോഫിലിസ് പെൺ കൊതുകുകൾ. ലക്ഷണങ്ങൾ ഇടവിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന, പേശിവേദന, ശരീരവേദന, ഛർദി, ക്ഷീണം എന്നിവയാണ്. ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി മലേറിയൽ മരുന്നുകൾ എന്ന് പറയുന്നത്. ഇനി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗാണു നെഗ്ലേറിയ ഫൗലേരി ആണ് കേട്ടോ. ഇതും PYQ ആയിരുന്നു. പഠിച്ചു വെച്ചേക്കണേ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗാണുവാണ് നെഗ്ലേറിയ ഫൗലേരി എന്ന് പറയുന്നത്. നെഗ്ലേറിയ ഫൗലേരി പ്രധാനമായും കാണപ്പെടുന്ന സാഹചര്യം എവിടെയാണ് കാണപ്പെടുന്നത്? കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായിട്ടുള്ള ശുദ്ധജലത്തിലാണിത് കാണപ്പെടുന്നത്. നെഗ്ലേറിയ ഫൗലേരി പ്രധാനമായും കാണപ്പെടുന്ന സാഹചര്യം കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായിട്ടുള്ള ശുദ്ധജലത്തിലാണ്. നെഗ്ലേറിയ ഫൗലേരി അണുബാധയുണ്ടാക്കി നശിപ്പിക്കുന്ന പ്രധാന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ തലച്ചോറാണ് അല്ലേ. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് തലച്ചോറിനെയാണെന്ന് നമുക്കറിയാം. അതും ഓർത്തിരിക്കാം. ഇനി വിരബാധേനെ പറ്റിയിട്ടാണ് പറയുന്നത്. വിരബാധ ശരീരത്തെ ബാധിക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? പോഷകക്കുറവ്, വിളർച്ച, ശാരീരിക മാനസിക വികാസ വൈകല്യങ്ങൾ, ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, വയറുവേദന, തലകറക്കം, ഛർദി എന്നിവയ്ക്കൊക്കെ വിരബാധ കാരണമാകാം കേട്ടോ. പോഷകക്കുറവ്, വിളർച്ച, ശാരീരിക മാനസിക വികാസ വൈകല്യങ്ങൾ, ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, വയറുവേദന, തലകറക്കം, ഛർദി. ഇനി വിരശല്യം പടരുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നഖം കടിക്കുക, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, മലിനജലം കുടിക്കുക എന്നിവയിലൂടെയാണ് വിരശല്യം പകരുന്നത്. എങ്ങനെയൊക്കെയാണ്? നഖം കടിക്കുക, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, മലിനജലം കുടിക്കുക, ഇവയിലൂടെയൊക്കെയാണ് വിരശല്യം പടരുന്നത്. ഇനി വിരകളെ നശിപ്പിച്ച് വിരശല്യം തടയാൻ ഉപയോഗിക്കുന്ന ഫലപ്രദമായ ഗുളികയാണ് അൽബെൻഡസോൾ എന്ന് പറയുന്നത്. പഠിച്ചു വയ്ക്കണേ. വിരകളെ നശിപ്പിച്ച് വിരശല്യം തടയാൻ ഉപയോഗിക്കുന്ന ഫലപ്രദമായിട്ടുള്ള ഗുളികയാണ് അൽബെൻഡസോൾ എന്ന് പറയുന്നത്. ഇനി മന്ദരോഗത്തിന് കാരണമാകുന്ന രോഗകാരി ഫൈലേറിയൻ വിരകളാണ്. ഫൈലേറിയൽ വിരകളാണ് മന്ദരോഗത്തിന് കാരണമാകുന്ന രോഗകാരി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആയിരുന്നു. മന്ദരോഗത്തിന് കാരണമാകുന്ന രോഗകാരിയാണ് ഫൈലേറിയൽ വിരകൾ എന്ന് പറയുന്നത്. ഇനി ഫൈലേറിയൽ വിരകൾ തങ്ങി നിൽക്കുന്ന ശരീരഭാഗമാണ് ലിംഫ് വാഹികൾ എന്ന് പറയുന്നത്. ഫൈലേറിയൽ വിരകൾ തങ്ങി നിൽക്കുന്ന ശരീരഭാഗമാണ് ലിംഫ് വാഹികൾ എന്ന് പറയുന്നത്. മന്ദരോഗകാരികളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ജീവി ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്.
PYQ ആയിരുന്നു. മന്ദരോഗകാരികളെ, അതായത് മന്ദരോഗം പകരാൻ സഹായിക്കുന്ന കൊതുക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യൂലെക്സ് പെൺ കൊതുകുകളാണ് കേട്ടോ. മന്ദരോഗം പടർത്തുന്നത് ക്യൂലെക്സ് പെൺ കൊതുകുകളാണ്. അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ. സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറാൻ കാരണം കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതാണ് കേട്ടോ. സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറാൻ കാരണം കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതാണ്. ക്യാൻസർ കോശങ്ങൾ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് പടരുന്നതിനുള്ള മാധ്യമങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് രക്തവും ലിംഫുമാണ് കേട്ടോ. രക്തത്തിലൂടെയും ലിംഫിലൂടെയുമാണ് ക്യാൻസർ കോശങ്ങൾ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് പടരുന്നത്. ക്യാൻസറിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് നമുക്ക് ജനിതക മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, വൈറസ് ബാധ, ജീവിതശൈലി എന്നൊക്കെ പറയാം. ജീവിതശൈലി എന്ന് വെച്ചാൽ നമ്മുടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ അങ്ങനത്തെ ദുശീലങ്ങൾ കാരണം ഉണ്ടാകുന്ന ക്യാൻസറുകളും ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ജീവിതശൈലി അതിൽ വരുന്നത്. പിന്നെ ക്യാൻസർ ചികിത്സാ മാർഗങ്ങൾ ശസ്ത്രക്രിയ, കീമോതെറാപ്പി, വികിരണ ചികിത്സ, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി എന്നിവയാണ്. ക്യാൻസർ ചികിത്സാ മാർഗങ്ങൾ ശസ്ത്രക്രിയ, കീമോതെറാപ്പി, വികിരണ ചികിത്സ, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി എന്നിവയൊക്കെയാണ്. ഇനി ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമുക്ക് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഇത് മാത്രമല്ല വേറെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് പറയാം. ടെക്സ്റ്റിൽ കൊടുത്തത് ഞാൻ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. ഒരു തൊഴിൽജന്യ രോഗത്തിന് ഉദാഹരണമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. സിലിക്കോസിസ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഈ ക്വാറി, ഖനി അവിടെയൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ സിലിക്ക ശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് വരുന്ന രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. അതൊരു തൊഴിൽജന്യ രോഗത്തിന് ഉദാഹരണമാണ്. ഇനി സ്വയം പ്രതിരോധ വൈകല്യം മൂലമുണ്ടാകുന്ന രോഗം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. അതേതാണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. സ്വയം പ്രതിരോധ വൈകല്യം മൂലമുണ്ടാകുന്ന രോഗമാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പോഷണ വൈകല്യം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലേ. അനീമിയ ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഇരുമ്പിൻ്റെ അഭാവം മൂലമാണ് അനീമിയ വരുന്നത് അല്ലേ. അയണിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പം പോഷണ വൈകല്യം മൂലമുണ്ടാകുന്ന ഒരു രോഗത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് അനീമിയ പറയാം. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ വേറൊരു ചാപ്റ്ററിൽ. വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ജനിതക തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. ജനിതക തകരാറ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. പാരമ്പര്യ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്നിവ. പാരമ്പര്യ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്നിവ. രണ്ട് രോഗവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. ചുവന്ന രക്തകോശങ്ങൾ അരിവാൾ ആകൃതിയിലാകുന്ന രോഗം, അങ്ങനെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PYQ ആണ്. ചുവന്ന രക്തകോശങ്ങൾ അരിവാൾ ആകൃതിയിലാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സിക്കിൾ സെൽ അനീമിയ ശരീരത്തെ ബാധിക്കുന്ന രീതി ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു അല്ലേ. അതിൻ്റെ ഷേപ്പ് ഒരു അരിവാൾ ആകൃതിയിലായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു. രൂപമാറ്റം വന്ന കോശങ്ങൾ ലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം സിക്കിൾ സെൽ അനീമിയ ശരീരത്തെ ബാധിക്കുന്ന രീതി ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു. രൂപമാറ്റം വന്ന കോശങ്ങൾ ലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. ഇനി ഹീമോഫീലിയ ഉണ്ടാകാനുള്ള കാരണം രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. ഹീമോഫീലിയ എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് കേട്ടോ. രക്തം ഒഴുകിക്കൊണ്ടിരിക്കും, കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറ് മൂലമാണ് അല്ലേ. ഇത് പാരമ്പര്യ രോഗം ആയതുകൊണ്ട് ജീനിൻ്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇവ രണ്ടും. ഹീമോഫീലിയ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്താണ്? ചെറിയ മുറിവുകളിൽ നിന്ന് പോലും അമിത രക്തസ്രാവം ഉണ്ടാവും അല്ലേ, രക്തം കട്ട പിടിക്കില്ല. ഇനി ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോകപ്രസിദ്ധമായ ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോകപ്രസിദ്ധമായ ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവായി അറിയപ്പെടുന്നത് ചരകരാണ് അല്ലേ. ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവ് ചരകരാണ്. ഇനി സാമുവൽ ഹാനിമാൻ മുന്നോട്ട് വെച്ച ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഹോമിയോപ്പതി ആരുടേതാണ്? സാമുവൽ
ഹാനിമാനാണ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചികിത്സാ രീതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകിയ ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനാണ് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ആൾക്കാരെയും പഠിച്ചു വെച്ചേക്കുക. ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവാണ് ചരകൻ എന്ന് പറയുന്നത്. ഹോമിയോപ്പതി ചികിത്സാ രീതി മുന്നോട്ട് വെച്ചത് സാമുവൽ ഹാനിമാനാണ്. ഇനി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകിയത് ഹിപ്പോക്രാറ്റസുമാണ്. 3 ആളെയും പഠിച്ചു വെക്കണേ. ഇനി നമ്മൾ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളും അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഹൃദയമിടിപ്പും ശ്വാസകോശ ചലനങ്ങളും പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഹൃദയമിടിപ്പും ശ്വാസകോശ ചലനങ്ങളും പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. മെർക്കുറി ഉപയോഗിച്ച് രക്തസമ്മർദ്ദം അളക്കുന്ന പരമ്പരാഗത ഉപകരണമാണ് സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം സ്വയം എളുപ്പത്തിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഡിജിറ്റൽ BP അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത് മെർക്കുറി ഉപയോഗിച്ചിട്ട് നമ്മൾ പണ്ട് കാലത്തെ യൂസ് ചെയ്തു വരുന്ന ആ ഒരു ഉപകരണമാണ്. ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഡിജിറ്റലായിട്ടുള്ള ആ ഒരു രക്തസമ്മർദ്ദം അളക്കാൻ യൂസ് ചെയ്യുന്നതാണ് രണ്ടും. രക്തത്തിലെ ഓക്സിജൻ്റെ അളവും ഹൃദയമിടിപ്പും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. രക്തത്തിലെ ഓക്സിജൻ്റെ അളവും ഹൃദയമിടിപ്പും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ശരീര താപനില അളക്കാനാണ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി പൂർണ്ണാന്തര പ്രതിപതനം വഴി ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ പരിശോധിക്കുന്ന ഉപകരണമാണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. പൂർണ്ണാന്തര പ്രതിപതനം വഴി ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ പരിശോധിക്കുന്ന ഉപകരണമാണ് എൻഡോസ്കോപ്പ്. ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും ദൃശ്യങ്ങൾ പകർത്തുന്ന സംവിധാനമാണ് അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത് അല്ലേ. ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും ദൃശ്യങ്ങൾ പകർത്തുന്ന സംവിധാനമാണ് അൾട്രാസൗണ്ട് സ്കാനർ. ഇനി കുറച്ച് പഠനശാഖകളെ പറ്റിയിട്ട് നോക്കാനുണ്ട്. സാധാരണ ശാരീരിക രോഗങ്ങൾക്ക് ശസ്ത്രക്രിയയില്ലാത്ത പ്രാഥമിക ചികിത്സ നൽകുന്ന വിഭാഗമാണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. സാധാരണ ശാരീരിക രോഗങ്ങൾക്ക് ശസ്ത്രക്രിയയില്ലാത്ത പ്രാഥമിക ചികിത്സ നൽകുന്ന വിഭാഗമാണ് ജനറൽ മെഡിസിൻ. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനവും ചികിത്സയുമാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനവും ചികിത്സയുമാണ് കാർഡിയോളജി. കുട്ടികളുടെ ആരോഗ്യത്തെയും രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ആരോഗ്യത്തെയും രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് പീഡിയാട്രിക്സ്. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെയും രോഗങ്ങളെയും കുറിച്ചുള്ള വിഭാഗമാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെയും രോഗങ്ങളെയും കുറിച്ചുള്ള വിഭാഗമാണ് ഗൈനക്കോളജി. മൂത്രാശയ വ്യവസ്ഥയിലെ രോഗങ്ങളെയും തകരാറുകളെയും കുറിച്ചുള്ള പഠനമാണ് യൂറോളജി എന്ന് പറയുന്നത്. മൂത്രാശയ വ്യവസ്ഥയിലെ രോഗങ്ങളെയും തകരാറുകളെയും കുറിച്ചുള്ള പഠനമാണ് യൂറോളജി. വൃക്കകളെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി എന്ന് പറയുന്നത് അല്ലേ. വൃക്കകളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ വൃക്കകളെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. നാഡീവ്യൂഹം, മസ്തിഷ്കം എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള വിഭാഗമാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. നാഡീവ്യൂഹം, മസ്തിഷ്കം എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള വിഭാഗമാണ് ന്യൂറോളജി. ചെവി, മൂക്ക്, തൊണ്ട എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാഖയാണ് ENT എന്ന് പറയുന്നത്. ചെവി, മൂക്ക്, തൊണ്ട എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാഖയാണ് ENT എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാക്കുന്നതോ കൃത്രിമമായി ഉണ്ടാക്കുന്നതോ ആയ ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാക്കുന്നതോ കൃത്രിമമായി ഉണ്ടാക്കുന്നതോ ആയ ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രധാന പാർശ്വഫലങ്ങൾ നമുക്കറിയാം. പല രോഗങ്ങളും ബാക്ടീരിയൽ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കാറുണ്ടല്ലേ. പക്ഷെ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പാർശ്വഫലങ്ങളാണ് പറയുന്നത്. വയറിളക്കം, ഛർദി, വയറുവേദന, അലർജി, കരൾ, വൃക്ക തകരാറുകൾ, കുടലിലെ ഉപകാരികളായ ബാക്ടീരിയകളുടെ നാശം, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇവയൊക്കെ എന്താണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങളാണ്. വയറിളക്കം, ഛർദി, വയറുവേദന, അലർജി, കരൾ, വൃക്ക തകരാറുകൾ, കുടലിലെ ഉപകാരികളായ ബാക്ടീരിയകളുടെ നാശം, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്.
ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയുള്ള പ്രതിരോധശേഷി ഉണ്ടാക്കുന്ന ഗുരുതരമായ അവസ്ഥയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. അതൊരു സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. കാരണം നമ്മൾ ഈ ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുമ്പോൾ അത് കൂടുതൽ എടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള ബാക്ടീരിയകൾക്ക് അതിനെ അതിജീവിക്കാനുള്ളൊരു എബിലിറ്റി കിട്ടും. അതിനെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയുള്ള പ്രതിരോധശേഷി ഉണ്ടാക്കുന്ന ഗുരുതരമായ അവസ്ഥയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിൻ ആണല്ലേ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിൻ ആണ്. 1928 പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിൻ ആണ്. 1928 പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടെത്തിയ പെട്രി ഡിഷിൽ വളർന്നിരുന്ന ബാക്ടീരിയയാണ് സ്റ്റാഫിലോകോക്കസ് എന്ന് പറയുന്നത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടെത്തിയ പെട്രി ഡിഷിൽ വളർന്നിരുന്ന ബാക്ടീരിയയാണ് സ്റ്റാഫിലോകോക്കസ് എന്ന് പറയുന്നത്. പെൻസിലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫംഗസ് പെൻസിലിയം നൊട്ടാറ്റം ആണ് കേട്ടോ. പെൻസിലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫംഗസ് ആണ് പെൻസിലിയം നൊട്ടാറ്റം. ഫ്ലെമിംഗ് കണ്ടെത്തിയ പെൻസിലിൻ ശുദ്ധീകരിച്ചത്, അതായത് ഫ്ലെമിങ്ങിന് അത് ശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഒരു പെൻസിലിൻ ശുദ്ധീകരിച്ച ശാസ്ത്രജ്ഞർ ഹോവർഡ് ഫ്ലോറിയും ഏണസ്റ്റ് ബോറിസ് ചെയിനുമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 3 ആൾക്കാരും കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പിന്നീട് ഇത് ശുദ്ധീകരിച്ചത് ഹോവർഡ് ഫ്ലോറിയും ഏണസ്റ്റ് ബോറിസ് ചെയിനും കൂടെയാണ്. ആൻറ്റിബയോട്ടിക് യുഗത്തിന് തുടക്കം കുറിച്ചതിന് 1945 നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഹോവർഡ് ഫ്ലോറി, ഏണസ്റ്റ് ബോറിസ് ചെയിൻ എന്നിവർ. 3 പേർക്കും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആൻറ്റിബയോട്ടിക് ആദ്യത്തേതാണ് പെൻസിലിൻ എന്ന് പറയുന്നത്. കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പിന്നീട് അത് ശുദ്ധീകരിച്ചത് ഹോവർഡ് ഫ്ലോറിയും ഏണസ്റ്റ് ബോറിസ് ചെയിനും കൂടെയാണ്. ഇവർക്ക് 3 പേർക്കും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി വൈറസുകൾക്കെതിരെയുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റി വൈറൽ മരുന്നുകൾ എന്ന് പറയുന്നത്. വൈറസുകൾക്കെതിരെയുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി വൈറൽ മരുന്നുകൾ. ഫംഗസുകൾക്കെതിരെയുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഫംഗൽ മരുന്നുകൾ അല്ലേ. ഫംഗസുകൾക്കെതിരെയുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ആൻറ്റി ഫംഗൽ മരുന്നുകളും പ്രോട്ടോസോവകൾക്കെതിരെയുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി പ്രോട്ടോസോവൻ മരുന്നുകൾ. പ്രോട്ടോസോവകൾക്കെതിരെയുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ആൻറ്റി പ്രോട്ടോസോവൻ മരുന്നുകളും വിരകൾക്കെതിരെയുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ആൻറ്റി ഹെൽമിന്ത് മരുന്നുകളുമാണ്. വിരകൾക്കെതിരെയുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഹെൽമിന്ത് മരുന്നുകൾ. ഇനി പനി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന മരുന്നുകളാണ് ആൻറ്റി പൈററ്റിക് മരുന്നുകൾ എന്ന് പറയുന്നത്. പനി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി പൈററ്റിക് മരുന്നുകൾ എന്ന് പറയുന്നത്. ഇനി രക്തദാനത്തിനെ പറ്റിയിട്ടും ടെക്സ്റ്റിൽ പറയുന്നുണ്ടായിരുന്നു. രക്തദാനത്തിൽ പങ്കാളികളാകാൻ സാധിക്കുന്ന വ്യക്തികളുടെ പ്രായപരിധി എത്രയാണ്? 18 മുതൽ 60 വയസ്സ് വരെയാണ് അല്ലേ. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്കാണ് രക്തദാനം ചെയ്യാനായിട്ട് സാധിക്കുക. രക്തദാതാവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ശരീരഭാരം എത്രയാണ്? 50 കിലോഗ്രാമെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ. രക്തദാതാവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ശരീരഭാരമാണ് 50 കിലോഗ്രാം. രക്തദാതാവിൻ്റെ രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ ഹീമോഗ്ലോബിൻ്റെ അളവ് 12.5 ആണല്ലേ. 12.5 ഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിലായിരിക്കണം രക്തദാതാവിൻ്റെ രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ ഹീമോഗ്ലോബിൻ്റെ അളവ്. ഇനി സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ: ആർത്തവ സമയം, മുലയൂട്ടുന്ന സമയം, പ്രസവശേഷം 1 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യാനായിട്ട് പറ്റില്ല. ആരോഗ്യമുള്ള പുരുഷന് എത്ര നാൾ കൂടുമ്പോഴാണ് രക്തദാനം ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് 3 മാസത്തിലൊരിക്കലാണ്. ആരോഗ്യമുള്ള ഒരു പുരുഷന് 3 മാസത്തിലൊരിക്കലും, ആരോഗ്യമുള്ളൊരു സ്ത്രീക്ക് 4 മാസത്തിലൊരിക്കലുമാണ് രക്തദാനം ചെയ്യാനായിട്ട് പറ്റുക. ഒരു വ്യക്തിയിൽ നിന്നുള്ള രക്തമോ രക്തഘടകങ്ങളോ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് രക്തനിവേശനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ നിന്നുള്ള രക്തമോ രക്തഘടകങ്ങളോ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് രക്തനിവേശനം. രക്തനിവേശനം നടത്തുമ്പോൾ രക്തം നൽകുന്ന വ്യക്തിയെയാണ് രക്തദാതാവ് എന്ന് പറയുന്നത്. രക്തം സ്വീകരിക്കുന്ന വ്യക്തിയാണ് രക്തസ്വീകർത്താവ്. 1952 ഡോക്ടർ YM ബെൻഡെ മുംബൈയിൽ കണ്ടെത്തിയ അപൂർവ രക്തഗ്രൂപ്പ് ആണ് ബോംബെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത്. 1952 ഡോക്ടർ YM ബെൻഡെ മുംബൈയിൽ കണ്ടെത്തിയ അപൂർവ രക്തഗ്രൂപ്പാണ് ബോംബെ രക്തഗ്രൂപ്പ്. സാധാരണ രക്തപരിശോധനയിൽ O ഗ്രൂപ്പായി തോന്നുമെങ്കിലും സാധാരണ O ഗ്രൂപ്പുകാരിൽ നിന്ന് രക്തം സ്വീകരിക്കാൻ കഴിയാത്ത പ്രത്യേക വിഭാഗമാണ് ബോംബെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രക്തപരിശോധനയിൽ O ഗ്രൂപ്പായിട്ട് തോന്നുമെങ്കിലും പക്ഷേ O ഗ്രൂപ്പുകാരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ കഴിയാത്ത പ്രത്യേക വിഭാഗമാണ് ബോംബെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത്.
ഇന്ത്യയിൽ ഏകദേശം 10,000 പേരിൽ ഒരാൾക്കും ലോകത്തിൽ 10 ലക്ഷത്തിൽ ഒരാൾക്കും മാത്രം കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ബോംബെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അത്രയും റെയറാണ്. ഇന്ത്യയിൽ ഏകദേശം 10,000-ൽ ഒരാൾക്കും ലോകത്തിൽ 10 ലക്ഷത്തിൽ ഒരാൾക്കും മാത്രം കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ബോംബെ രക്തഗ്രൂപ്പ്. രക്തഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനമായി ചുവന്ന രക്തകോശങ്ങളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഘടകങ്ങളാണ് ആൻറ്റിജനുകൾ എന്ന് പറയുന്നത് അല്ലേ. ആൻറ്റിജൻ എയും ബിയും. രക്തഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനമായിട്ട് ചുവന്ന രക്തകോശങ്ങളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഘടകങ്ങളാണ് ആൻറ്റിജനുകൾ. രക്തപ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രതിരോധ ഘടകങ്ങളാണ് ആൻറ്റിബോഡികൾ എന്ന് പറയുന്നത്. രക്തപ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രതിരോധ ഘടകങ്ങൾ ആൻറ്റിബോഡികളുമാണ്. ചില വ്യക്തികളിൽ എ ബി എന്നീ ആൻറ്റിജനുകൾക്കൊപ്പം കാണപ്പെടുന്ന മറ്റൊരു ആൻറ്റിജനാണ് ഡി ആൻറ്റിജൻ എന്ന് പറയുന്നത്. RH ഘടകം എന്നും പറയാറുണ്ട്. ചില വ്യക്തികളിൽ എ ബി എന്നീ ആൻറ്റിജനുകൾക്കൊപ്പം കാണപ്പെടുന്ന മറ്റൊരു ആൻറ്റിജനാണ് ഡി ആൻറ്റിജൻ. രക്തത്തിൽ ഡി ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ആ രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് പോസിറ്റീവ് ആയിരിക്കും. രക്തത്തിൽ ഡി ആൻറ്റിജൻ ഉണ്ടെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് എന്നും ഡി ആൻറ്റിജൻ ഇല്ലെങ്കിൽ രക്തഗ്രൂപ്പിനെ നെഗറ്റീവ് എന്നുമാണ് പറയുന്നത്. അപ്പം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്നത് ഈ ഡി ആൻറ്റിജൻ ആണ് കേട്ടോ. റീസസ് കുരങ്ങുകളിൽ ആദ്യമായി കണ്ടെത്തിയതിനാൽ ഡി ആൻറ്റിജന് നൽകിയിരിക്കുന്ന പേര് റീസസ് ഘടകം അഥവാ RH ഫാക്ടർ എന്നാണ് കേട്ടോ. റീസസ് കുരങ്ങുകളിൽ ആദ്യമായി കണ്ടെത്തിയതിനാൽ ഡി ആൻറ്റിജനുകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് റീസസ് ഘടകം അഥവാ RH ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ജന്തുക്കളിലും അതേപോലെ സസ്യങ്ങളിലും കാണപ്പെടുന്ന രോഗങ്ങളെ പറ്റിയും കൂടെ പറയുന്നുണ്ട്. കുളമ്പ് രോഗം, കോയി വസന്ത എന്നിവയ്ക്ക് കാരണമാകുന്ന രോഗകാരി വൈറസ് ആണ് കേട്ടോ. കുളമ്പ് രോഗം, കോയി വസന്ത എന്നിവയ്ക്ക് കാരണമാകുന്ന രോഗകാരി വൈറസ് ആണ്. ആന്ത്രാക്സ്, അകിട് വീക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയ. ആന്ത്രാക്സ്, അകിട് വീക്കം എന്നിവയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയ ആണ്. വഴുതനയുടെ വാട്ടം, നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം എന്നിവയ്ക്ക് കാരണമാകുന്നതും ബാക്ടീരിയ ആണ്. വഴുതനയുടെ വാട്ടം, നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം എന്നിവയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയ ആണ്. വായയുടെ കുറുനാമ്പ് രോഗം, മരച്ചീനിയിലെ മൊസൈക്ക് രോഗം എന്നിവയ്ക്ക് കാരണമാകുന്നത് വൈറസ് ആണ്. വായയുടെ കുറുനാമ്പ് രോഗം, മരച്ചീനിയിലെ മൊസൈക്ക് രോഗം എന്നിവയ്ക്ക് കാരണമാകുന്ന രോഗകാരി വൈറസ് ആണ്. തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം എന്നിവയ്ക്ക് കാരണമാകുന്നത് ഫംഗസ് ആണ്. തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം എന്നിവയ്ക്ക് കാരണമാകുന്നത് ഫംഗസ് ആണ്. സസ്യങ്ങളിൽ രോഗാണു പ്രവേശനം തടയുന്ന പ്രധാന ഘടനകളാണ് ദൃഢമായ കോശഭിത്തി, പുറം തൊലി, ഇലകളിലെയും തണ്ടുകളിലെയും മെഴുക ആവരണം എന്നിവയാണ്. സസ്യങ്ങളിൽ രോഗാണു പ്രവേശിക്കാണ്ടിരിക്കാനായിട്ടുള്ള പ്രധാന ഘടനകളാണ് ദൃഢമായ കോശഭിത്തി, പുറം തൊലി, ഇലകളിലെയും തണ്ടുകളിലെയും മെഴുക ആവരണം എന്നിവ. സസ്യങ്ങളിൽ രോഗാണുക്കളെ കൊല്ലുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന ഘടകങ്ങളാണ് ആൻറ്റി മൈക്രോബിയൽ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ രോഗാണുക്കളെ കൊല്ലുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന ഘടകങ്ങളെയാണ് ആൻറ്റി മൈക്രോബിയൽ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കാൻ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകമാണ് എൻസൈമുകൾ. രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കാൻ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എൻസൈമുകളാണ്. രോഗബാധയേറ്റ ഭാഗത്തെ കോശങ്ങൾ സ്വയം നശിച്ച് രോഗം പടരുന്നത് തടയുന്ന സസ്യങ്ങളിലെ പ്രതിരോധ രീതിയാണ് കോശങ്ങളുടെ സ്വയം നാശം എന്ന് പറയുന്നത്. രോഗബാധയേറ്റ ആ ഒരു ഭാഗത്തെ കോശങ്ങൾ എന്ത് ചെയ്യും? സ്വയം നശിച്ച് രോഗം പടരുന്നത് തടയുന്ന സസ്യങ്ങളിലെ പ്രതിരോധ രീതിയാണ് കോശങ്ങളുടെ സ്വയം നാശം. കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ പ്രവേശിച്ചാൽ രോഗവ്യാപനം തടയാൻ സസ്യങ്ങൾ നിർമ്മിക്കുന്ന പോളിസാക്കറൈഡാണ് കാലോസ് എന്ന് പറയുന്നത്. കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ പ്രവേശിച്ചാൽ രോഗവ്യാപനം തടയാൻ സസ്യങ്ങൾ നിർമ്മിക്കുന്ന പോളിസാക്കറൈഡാണ് കാലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള 180 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഇൻഫോം ചെയ്യുക കേട്ടോ. അപ്പം അടുത്തൊരു ചാപ്റ്റർ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കവർ ചെയ്യാം. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ക്വിസായിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.